ന്യൂയോർക്കിൽ മംദാനി കുതിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി ഗുജറാത്തി വംശജനായ ഒരു മുസ്ലിം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. വളരെയേറെ പ്രതിബന്ധങ്ങൾ ഭേദിച്ചുകൊണ്ടാണ് പൂർണ്ണ ഇന്ത്യൻ വംശജനായ ഒരു മുസ്ലിം ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നവംബർ 4-ാം തീയതി ചൊവ്വാഴ്ചയാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ ഇലക്ഷൻ നടന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെയായിരുന്നു പോളിംഗ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ന്യൂയോർക്ക് സമയം നവംബർ 4-ാം തീയതി ചൊവ്വാഴ്ച 10 PM അതായത് ഇന്ത്യൻ സമയം രാവിലെ 8:30. അതായത് ന്യൂയോർക്കിലെ പോൾ ക്ലോസ് ചെയ്തിട്ട് കൃത്യം 1 മണിക്കൂർ ആവുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലായിരുന്നു ഏർലി വോട്ടിങ്ങിൽ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം. 2021 ന്യൂയോർക്ക് സിറ്റി മേയർ ഇലക്ഷനിൽ ഏർലി വോട്ടിംഗായി വോട്ട് ചെയ്തവർ വെറും 1,69,879 പേർ ആയിരുന്നെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയിലധികം പേരാണ് ഇപ്രാവശ്യം പോളിംഗ് ദിവസത്തിന് മുൻപ് ഏർലി വോട്ടിംഗ് ചെയ്തത്. 7,35,316 പേരാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏർലി വോട്ട് ചെയ്തത്. ഇതുവരെ ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 1961 പോൾ ചെയ്ത 2.4 മില്യൺ വോട്ടുകളേക്കാൾ അധികം വോട്ടുകൾ ഇപ്രാവശ്യം പോൾ ചെയ്തിട്ടുണ്ടാവാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 9 മണിക്ക് പോളിംഗ് ക്ലോസ് ചെയ്ത് കൃത്യം 1 മണിക്കൂർ ആവുമ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് മംദാനിക്ക് 50.3% പേരും തൊട്ടടുത്ത എതിരാളിയായ സ്വതന്ത്രനായി മത്സരിക്കുന്ന ആൻഡ്രൂ കുമോയ്ക്ക് 41.6% പേരുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമനുസരിച്ച് മംദാനിക്ക് 9%-ലധികം വോട്ടുകളാണ് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പെട്ട ആൻഡ്രൂ കുമോയ്ക്ക് ലഭിച്ചതിനേക്കാൾ ലഭിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ യുവജനങ്ങൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. പ്രൈമറിയിൽ നാണംകെട്ട് പരാജയപ്പെട്ട ആൻഡ്രൂ കുമോ 3 പ്രാവശ്യം ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ച ആളാണ്. വളരെ സ്വാധീനമുള്ള കുടുംബത്തിൽപ്പെട്ട കുമോയുടെ പിതാവും ന്യൂയോർക്ക് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇത്ര വലിയ ഉന്നത സ്ഥാനത്തിരുന്ന ആൻഡ്രൂ കുമോയെയാണ് ഇന്ത്യൻ വംശജനായ മുസ്ലിം സ്ഥാനാർത്ഥി സോറൻ മംദാനി നിലംപരിശാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുൻ ന്യൂയോർക്ക് ഗവർണറായ തന്റെ എതിർ പാർട്ടിയിൽപ്പെട്ട കുമോയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചതുവരെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ടെസ്ലയുടെ മുതലാളി ഇലോൺ മസ്കും കുമോയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. റിപ്പബ്ലിക്കൻ ആളുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിമായ സോറൻ മംദാനിയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ആൻഡ്രൂ കുമോയ്ക്ക് വോട്ട് ചെയ്തു എന്നുള്ളതും പരമാർത്ഥമാണ്. കാരണം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് ഇതുവരെ ലഭിച്ചത് വെറും 7% വോട്ടുകളാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻ ന്യൂയോർക്ക് ഗവർണറായ ആൻഡ്രൂ കുമോയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് ഇത് എന്ന് ഓർക്കണം. അങ്ങനെ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് മേയറായി മോദിയുടെ ഗുജറാത്തിൽ നിന്നുള്ള ഇന്ത്യൻ മുസ്ലിമായ വെറും 34 വയസ്സുകാരനായ സോറൻ മംദാനി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. വോട്ട് എണ്ണിത്തീരാൻ ഇനിയും കുറെ സമയം കൂടി എടുക്കും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരും അമേരിക്കൻ പ്രസിഡന്റും ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്ത 3 പ്രാവശ്യം ന്യൂയോർക്ക് ഗവർണറായിരുന്ന ആൻഡ്രൂ കുമോയെ 50%-ലധികം വോട്ടുകൾ നേടി ഗുജറാത്തി ഇന്ത്യൻ വംശജനായ മുസ്ലിം സോറൻ മംദാനി തോൽപ്പിക്കുമെന്ന് 100% ഉറപ്പായിരിക്കുകയാണ്. പ്രൈമറിയിൽ മംദാനി വിജയിച്ചപ്പോൾ ജനറൽ ഇലക്ഷനിൽ വിജയിക്കുകയില്ല എന്ന് മോദിയുടെ വളരെയേറെ മന്ദഭക്തർ പറഞ്ഞിരുന്നു. എന്നാൽ അവരെയെല്ലാം വലിയ നിരാശയിലാക്കിക്കൊണ്ടാണ് ലോക സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് മേയറായി സോറൻ മംദാനി വരാൻ പോകുന്നത്. ഇത് വളരെ നേരത്തെയുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണ്. വോട്ടിംഗ് ക്ലോസ് ചെയ്തതിന് 1 മണിക്കൂർ മാത്രം ശേഷമുള്ള അപ്ഡേറ്റ് ആണ്. എന്നാൽ ഇതുവരെ 89% വോട്ടുകളും എണ്ണിത്തീർന്നിരിക്കുകയാണ് വെറും 1 മണിക്കൂർ കൊണ്ട്. ഇതിന്റെ വളരെ വിശദമായ ഒരു വീഡിയോ നാളെ പുറത്തിറക്കുന്നതാണ്.
അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി വെറും 34 വയസ്സുകാരനായ ഗുജറാത്തി മുസ്ലിം വംശജൻ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?